ഉദ്യോഗം ഇല്ലെങ്കിലും പരീക്ഷ നടത്തി മേനി നടിക്കാൻ PSC. പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ തസ്തികയിലേക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കാനുള്ള ജീവനക്കാരുടെ പരാതി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവെയാണ് അടുത്ത മാസം ഇതേ തസ്തികയിലേക്ക് ആയിരങ്ങളെ കൊണ്ട് PSC പരീക്ഷ എഴുതിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ തസ്തികകളിലേക്ക് അടുത്ത മാസം 13, 27 തീയതികളിലാണ് ആയിരങ്ങൾ PSC പരീക്ഷ എഴുതുന്നത്. എന്നാൽ തദ്ദേശ വകുപ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി തസ്തികയിലേക്ക് ഉദ്യോഗക്കയറ്റം ലഭിക്കാത്ത ഒരു കൂട്ടം ജൂനിയർ ഉദ്യോഗസ്ഥർ നിലവിലുണ്ട്. ഇവർ ട്രിബ്യൂണലിനെ സമീപിക്കുകയും കേസ് പരിഗണിച്ച കോടതി അവരുടെ വാദങ്ങൾ കേൾക്കാൻ 2 മാസത്തിനുള്ളിൽ ഹിയറിംഗ് നടത്തണമെന്ന വിധിയും നിലനിൽക്കുന്നു. അനുകൂല വിധി വന്നാൽ ആകെയുള്ള ഒഴിവുകളിൽ 40% മാത്രമേ പുതുതായി നിയമിക്കാൻ അനുമതി ലഭിക്കുകയുള്ളൂ. 60% ഉദ്യോഗക്കയറ്റമായി നൽകേണ്ടി വരും. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ആയിരങ്ങളുടെ അപേക്ഷ വാങ്ങി ഉദ്യോഗാർത്ഥികളെ പബ്ലിക് സർവീസ് കമ്മീഷൻ കബളിപ്പിക്കുന്നത്. റാങ്ക് പട്ടികയിൽ പേരുണ്ടായിട്ടും ജോലി കിട്ടാതെ സെക്രട്ടേറിയറ്റ് നടയിൽ പട്ടിണി കിടക്കുന്ന ഉദ്യോഗാർത്ഥികളും PSC വക ഇരകൾ തന്നെ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്ര വേക്കൻസികൾ മുൻകൂട്ടി വരും എന്ന് യാതൊരുവിധ മുൻകൂട്ടിയുള്ള ഒരു കണക്കെടുപ്പും ഇല്ലാതാണ് അനാവശ്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഇടുക, എക്സാം നടത്തുക, വെറുതെ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളെ പറ്റിക്കുക, അവർ ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന ഒരു പ്രവണത ഉണ്ടാക്കുക. ഇതൊക്കെയാണ് PSCയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയും നാൾ കൊണ്ട് നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ ഈ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 10 മാസത്തോളം കാലം നമ്മളിവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് യാതൊരുവിധ അനുകൂല നിലപാടും PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഡിവിഷണൽ അക്കൗണ്ട് പരീക്ഷയുടെ ഫലപ്രഖ്യാപനം 3 മാസത്തിനുള്ളിൽ നടത്തുമെന്ന് കോടതിയിൽ പറഞ്ഞ PSC 9 മാസമായിട്ടും ഫലപ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതായത് റാങ്ക് പട്ടിക ഉണ്ടെങ്കിലും ഒഴിവുണ്ടായിട്ട് വേണ്ടേ നിയമനം നടത്താൻ. ജനം, തിരുവനന്തപുരം.